ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു ചെറിയ ഔട്ടിങ്ങിന് പോവാണ്. ഇന്ന് ഞങ്ങൾ പോകുന്നത് മറൈൻ വേൾഡിലേക്കാണ്. ചാവക്കാട് ബീച്ച്, അതുപോലെ മറൈൻ വേൾഡ്, ഫാം വില്ല കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ആൽവിനെയും അഞ്ജലിനെയൊക്കെ കൂട്ടി ഞങ്ങൾ 4 പേരും കൂടെ പോകണം. സൺഡേ വീടൊന്നും വരുന്നില്ല കേട്ടോ, പിള്ളേർക്ക് സ്കൂളിൽ പോകണ്ടേ, അപ്പം അതുകൊണ്ട് അവർ വരുന്നില്ല. റെഡിയാണ്. അവർ ഓൾറെഡി ഒരിക്കൽ പോയി കണ്ടതാണ്. ഞങ്ങളും പോയിട്ടുണ്ട് മറൈൻ വേൾഡിലേക്ക്, പക്ഷേ ഫാമിലേക്ക് പോയിട്ടില്ല. ഫാമിലേക്ക് ഫസ്റ്റ് ടൈം പോകുന്നത്. അപ്പം അങ്ങനെ 2-3 സ്ഥലമൊക്കെ പോയി കാണുന്നുണ്ട്. മഴ പെയ്യോ കാലാവസ്ഥ എന്തായിരിക്കുന്നു ഒരു പിടുത്തമില്ല. സണ്ണി ഇവിടെ കുറച്ച് പണികളിലാണ്. കുറച്ച് റോഡ് വൃത്തിയാക്കലിലൊക്കെ പെട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളിത് ഇറങ്ങണം, അല്ലെങ്കിൽ ലേറ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ചേട്ടനും സണ്ണിയും പിന്നെ വേറൊരു പണി ചെയ്യാനൊരു ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് റോഡ് പണിയിലായിരുന്നു ഈ നേരം വരെ. ഇപ്പം കയറി വന്നേ ഉള്ളവർ. അപ്പോൾ നമുക്ക് ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് വീഡിയോ കാണാം. അപ്പം അങ്ങനെ ഞങ്ങൾ പോകുന്നത് ഇതാ പാളയംപറമ്പിൽ എത്തിയിട്ടോ. അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി പാളയംപറമ്പ് തൊട്ട് അമ്പഴക്കാട് പള്ളി വരെയുള്ള ഒരു വ്യൂ ഒന്ന് കാണിക്കണം എന്നും പറഞ്ഞു. അപ്പം അത് അതുകൊണ്ട് ഞാൻ എന്താ നമ്മൾ വീഡിയോ ഒട്ടും തന്നെ കട്ട് ചെയ്യാതെ അമ്പഴക്കാട് പള്ളി വരെയുള്ളത് എടുക്കുന്നുണ്ട്. കാരണം അവരുടെ വീട് ഇവിടെ എവിടെയോ റോഡ് സൈഡിലാണ്. അപ്പം അവർക്ക് ജസ്റ്റ് അവരുടെ വീട് കാണാൻ കൊതിയാവുന്നു എന്നും പറഞ്ഞു. ദൂരെ വർക്ക് ചെയ്യുന്ന ആരുമാണ്. അപ്പം അതുകൊണ്ട് അവരുടെ റിക്വസ്റ്റ് വാങ്ങിച്ച് ഞാൻ എന്താ അമ്പഴക്കാട് പള്ളി വരെയുള്ള വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഇതേ പള്ളിയുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവർക്കും അവരുടെ വീടും ആ റോഡൊക്കെ കാണുമ്പോ ആ പണ്ടത്തെ ഓർമ്മകളും ആ മനസ്സിന്റെ സന്തോഷമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അവര് ഈ വീഡിയോ കാണുന്നുണ്ടാവും എന്ന് കരുതുന്നു. അങ്ങനെ നമ്മളിതേ അമ്പഴക്കാട് പള്ളിയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടോ. ഇനിയപ്പോൾ നമ്മൾ നേരെ പോകുന്നത് മറൈൻ വേൾഡിലേക്കാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ലോങ് ഡിസ്റ്റൻസ് ആട്ടോ ചാവക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താനായിട്ട്. ഒരു 1-1.5 മണിക്കൂറോളം എങ്കിലും യാത്ര ചെയ്യണം, എന്നാലും ഞങ്ങൾ അവിടേക്ക് എത്തുള്ളൂ. ഞങ്ങൾ കുറച്ചു നേരത്തെ യാത്രയൊക്കെ കഴിയുമ്പോൾ ഞാനും അഞ്ചും ഒക്കെ ചെറുതായിട്ട് ഉറങ്ങി തുടങ്ങി കേട്ടോ. വണ്ടി കയറി കഴിയുമ്പോൾ അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ എനിക്ക് ഉറക്കം വരും. ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ് എനിറ്റപ്പേക്കും എന്താ നമ്മുടെ സ്ഥലം എത്താറായിട്ടോ. അപ്പം അങ്ങനെ നല്ല ഒരു ലോങ് ഡ്രൈവിന് ശേഷം ഞങ്ങൾ ഇവിടെ എത്തിയിട്ടോ. നമ്മുടെ മറൈൻ വേൾഡിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തത് ജസ്റ്റ് നമ്മളുള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. 11 മണിക്ക് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ ഞങ്ങൾ 10:45 ആയപ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 2-3 വർഷം മുൻപ് ഇവിടെ വന്നിട്ടുണ്ട്. ആൽവിനൊക്കെ ഉള്ളപ്പോൾ ഒരിക്കൽ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഇപ്പോഴാണ്. ആൽവിനോട് വരാൻ ഭയങ്കര ആഗ്രഹം. ടിക്കറ്റ് കൗണ്ടർ ഇതേ ആ കാണുന്നതാണ്. കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ചേട്ടൻ പോയിട്ടുണ്ട് ടിക്കറ്റ് എടുക്കാനായിട്ട്. 400 രൂപ ഒരാൾക്ക് സാധാ ടിക്കറ്റിന്. മറൈൻ വേൾഡ് അക്വേറിയം മാത്രം കാണുന്നതിന്. അണ്ടർ വാട്ടർ കാണുന്നതിന് ശരിക്കും 250 ആണ്. നമ്മളിങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് എടുക്കുമ്പോൾ 200 രൂപ. അപ്പോൾ ടോട്ടൽ 600 രൂപ ഒരാളുടെ ടിക്കറ്റ്. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം ഞങ്ങൾ അവർ കൊണ്ടുപോകുന്നത് അണ്ടർ വാട്ടറിലുള്ള കാഴ്ചകളൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇരിക്കാൻ ചെറിയൊരു സോഫയുണ്ട്, മൂവിങ് സോഫയാണത്. അപ്പോൾ അതിങ്ങനെ മൂവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് വാട്ടറിന്റെ താഴെയായിട്ട് ഫിഷുകളെ കാണാം. അതുപോലെ തന്നെ പല പല ബിൽഡിങ്സിന്റെ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവര്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെള്ളത്തിന്റെ അടിയിൽ കൂടെ ഒക്കെ നമുക്ക് കാണാം കേട്ടോ. അത് നല്ലൊരു കാഴ്ച തന്നെയാണ്. അതിന്റെ അടിയിലുള്ള ആ ഒരു കാഴ്ചകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി റിസ്ക് എടുത്ത് ഒത്തിരി ടൈം ഒക്കെ എടുത്ത് അവർ സെറ്റ് ചെയ്തതായിരിക്കാം. അപ്പോൾ എന്തായാലും അത് അവിടം വരെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അതും കൂടെ കണ്ടിട്ട് വരാം എന്നാണ് എന്റെയൊക്കെ അഭിപ്രായം. കാരണം അത്രയും വർത്താണ് നമ്മളത് പോയി കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അത് ഫീൽ ചെയ്ത് നമ്മൾ വെള്ളത്തിന് മുകളിൽ പോകുമ്പോൾ അങ്ങനെ ഞങ്ങൾ അണ്ടർ വാട്ടറിലെ കാഴ്ചകളെല്ലാം വളരെ വേഗത്തിൽ തന്നെ കണ്ടു എന്ന് പറയാം. പക്ഷെ ഒത്തിരി വേഗത്തിൽ എന്ന് പറയാനും പറ്റില്ല, കാരണം ആ സോഫ വളരെ സ്ലോലി മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ എന്തായാലും കണ്ട് നമ്മളിതാ തിരിച്ച് ഇനി മുകളിലേക്ക് പോരാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് അക്വേറിയം കാര്യങ്ങളെല്ലാം കാണണം. അപ്പോൾ ഈ അണ്ടർ വാട്ടറിൽ ഒരുപാട് ഫിഷ് കാണാം നമുക്ക്. അതുപോലെ തന്നെ പഴയ ബിൽഡിങ്സ് എല്ലാം അവരതേപോലെ തന്നെയൊക്കെ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നല്ല കാഴ്ചകൾ തന്നെയായിരുന്നു കാണാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ പുറത്തേക്ക് കടന്നു. ഇനി ഞങ്ങൾ അക്വേറിയം കാര്യങ്ങൾ
കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടിയിട്ട് പോകണം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫിഷിന്റെ ലോകം തന്നെയെന്ന് പറയാം. പല രീതിയിൽ പല രൂപത്തിൽ അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല നല്ല ഐഡിയകൾ നമുക്ക് കാണാട്ടോ അവിടെ ചെല്ലുമ്പോൾ. ദേ കണ്ടില്ലേ, കാറിന്റെ ഉള്ളില് അവര് ഫിഷിനെ അക്വേറിയം മാതിരി ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മൾ നടന്നു പോകുമ്പോൾ ആ ഒരു ഫ്ലോറിന്റെ താഴെയായിട്ട് നമുക്ക് ഗ്ലാസ്സിൽ കൂടെ കാണാൻ പറ്റും വലിയ വലിയ ഫിഷുകളെയൊക്കെ. അതുപോലെ അതിന്റെ ഒപ്പം തന്നെ ട്രീ കാര്യങ്ങൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മൊത്തത്തില് കാണാൻ നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങളിങ്ങനെ ഓരോന്നോരോന്നും കണ്ടിങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാട്ടോ. അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിതേ ഫിഷ് സ്പായുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി കാഴ്ചകളൊക്കെ കാണാമെന്നും പറഞ്ഞ് അങ്ങനെ ഇവിടേക്ക് വന്നിരിക്കുക കേട്ടോ. അഞ്ചു കാല് കുറച്ചു നേരം വെച്ചെങ്കിലും പിന്നെയും പേടിയായിട്ട് കാല് വലിച്ച് മുകളിലേക്ക് നീക്കുന്നുണ്ട്. ഇവിടുത്തെ കാല് സ്പാക്കി വെച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ? എന്റെ ദൈവമേ, ചേട്ടന്റെ കാലിന് ഓരോ കുഞ്ഞു കുഞ്ഞു മീനുകളെ വന്നിരിക്കണേന്ന് നോക്കി. അടിപൊളി. അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടി പറക്കേണ്ടിട്ടില്ല. ഈ കാര്യം എനിക്ക് അധികം ഇല്ല. ആ കാര്യം വേണം. അഞ്ച് വെച്ചിട്ട് എടുക്കണേ മമ്മി വെച്ച് മനസ്സിലാവും. ഞാനും വെക്കാൻ പോവാം. അപ്പോൾ എൻ്റെ കാലും ഇങ്ങനെ വെച്ച് കൊടുത്തേക്കാട്ടോ. അവരൊക്കെ ഇങ്ങനെ കാലുമിട്ട് കൊത്തി പറക്കുക. നമുക്ക് എന്താ പറയാ, ആകെ ഒരു അഞ്ചൊരു പേടിയില്ല. അങ്ങനെ കാലുമിട്ട് കൊത്തി പറിക്കുമ്പോൾ എന്തോ ഒരു ഫീലിംഗ്. ശരിയാ. പക്ഷെ എന്നാലും രസമാണ്. മീൻ്റെ ഉള്ളിൽ ഇപ്പോൾ അവിടെ ഇങ്ങനെ കാല് വെക്കുന്നു. ചേട്ടൻ്റെ കാലം പൊതിഞ്ഞു. എൻ്റെ കാര്യം അങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ കുറച്ചു നേരം ഫിഷ് സ്പാ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് എണീച്ചു കേട്ടോ. അപ്പൊ ഇനി ഒരുപാട് അക്വേറിയംസ് ഉണ്ട് നമുക്ക് നടന്ന് കാണാനായിട്ട്. അപ്പൊ അവര് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഏതൊക്കെ റൂട്ടിൽ കൂടെ പോണ്ടേ, ഏത് വഴിക്ക് പോയാലും നമുക്ക് അക്വേറിയംസ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റാന്ന്. അപ്പൊ അങ്ങനെ അവര് പറഞ്ഞെന്താ വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ആ മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഇവിടെ ഒത്തിരി മരങ്ങളും മരങ്ങളുടെ താഴെയായിട്ട് ഒരു കുറച്ച് സ്ഥലം അങ്ങനെ വെള്ളമൊക്കെ ആയിട്ട് അതിനകത്തും ഒരുപാട് മീനുകളുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ കണ്ട് പിന്നെ അവിടെ ചെറിയ വാട്ടർഫോൾ പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും ലൈറ്റ് അറേഞ്ച്മെന്റ്സും പിന്നെ കിളികളുടെ ഒച്ചയൊക്കെ കേൾക്കാട്ട് നമുക്ക് അവിടേക്ക് എത്തിക്കഴിയുമ്പോൾ. അപ്പൊ അതൊക്കെ കേട്ട് വെള്ളവും പിന്നെ മീനൊക്കെ കണ്ട് ഞങ്ങളിതേ അവിടെ നിന്ന് ഇനി മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങണം. അങ്ങനെ നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് വീണ്ടും ഒരുപാട് അക്വേറിയം കാണാട്ടെ രണ്ട് സൈഡിലും. അപ്പൊ മരങ്ങളുടെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഗ്ലാസ് ഒക്കെ കൊടുത്ത് അതിനകത്തൊക്കെ അവരിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫിഷിനെ. ഇതിനകത്തും ഒരു ഫിഷ് ഉണ്ട് കേട്ടോ. എനിക്കൊന്നും ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ല ഇത് ഫിഷ് ആണ് കിടക്കണേന്ന്. പിന്നെ ആൽവിനാണ് പറഞ്ഞു തന്നെ. തൊട്ടടുത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണിച്ചു തന്നെ തന്നെ. പിന്നെ കുറച്ചും കൂടെ നമ്മൾ നടന്ന് നീങ്ങുമ്പോൾ കുറച്ചും കൂടെ വലിയ വലിയ അക്വേറിയം കാണാം. അപ്പൊ അതിനകത്തായാലും വലിയ വലിയ ഫിഷുകളൊക്കെ കാണാട്ടെ. ഷാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ അതൊക്കെ കണ്ടു. പിന്നെ ചെറിയ ചെറിയ ഫിഷുകളും കളർഫുൾ ആയിട്ടുള്ള ഫിഷുകളൊക്കെ കാണാൻ പറ്റി. അപ്പൊ അതൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല കളർഫുൾ ആയിട്ടുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ കണ്ടിങ്ങനെ കുറച്ചു നേരം നടന്നു കഴിഞ്ഞപ്പോ പിന്നെ ഒരു സ്ഥലത്തെത്തിയപ്പോ അക്വേറിയത്തിൽ ഒരു ചേട്ടൻ ഫിഷിന് തീറ്റയൊക്കെ കൊടുക്കുന്നത് കാണാം. അപ്പൊ ഞാൻ എന്ത് അത് കാണിക്കാട്ടോ നിങ്ങള്. ഇതൊക്കെ ഓരോ ഫിഷിന്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ കണ്ടോ. നല്ല രസമാട്ടോ കാണാൻ. ശരിക്കും ഒരു ഇലയൊക്കെ നീങ്ങുന്ന മാതിരി നമുക്ക് തോന്നുള്ളൂ. പക്ഷെ അത് അവിടെ മീൻ അവിടെ കിടപ്പുണ്ടെന്ന് നമുക്ക് അറിയണ പോലില്ല. നമ്മളിങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ ഒരു മൂവ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് മീനാണല്ലോ എന്ന്. കാരണം അതിന്റെയൊക്കെ ഷേപ്പ് ഇങ്ങനെ ലീഫിന്റെ ഷേപ്പ് പോലെയൊക്കെ കേട്ടോ. പിന്നെ അതൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് നീങ്ങി കഴിപ്പിക്കും. പിന്നെ ഇങ്ങനെ ഫോറസ്റ്റ് പോലെയൊക്കെ ഒരു കുറച്ച് ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുകളിലൊക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ നിൽക്കുന്നതും അങ്ങനെയൊക്കെ ആയിട്ട് ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കണ്ട് ഞങ്ങൾ ഇതേ മുന്നോട്ടേക്ക് നീങ്ങണം. അപ്പൊ ഇവിടെ ആയാലും ഗ്ലാസിന്റെ മോളിക്കോടെ നമുക്ക് ഫിഷ് കാര്യങ്ങളൊക്കെ കാണാട്ടോ. നമ്മളെന്ത് ആക്ഷൻ കാണിച്ചത്
അപ്പൊ ആ കാഴ്ചയൊക്കെ കണ്ട് പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു നീങ്ങുമ്പോൾ നമ്മൾ നടക്കുന്നതിന്റെ മുകളിലായിട്ട് നമ്മുടെ തലയുടെ മുകളിലായിട്ട് ഇങ്ങനെ ഗ്ലാസ് ഒരു ആർച്ച് ഷേപ്പിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ ഫിഷിനെ കാണാട്ടോ. നമുക്ക് എന്തായാലും തൊട്ടൊന്നും നോക്കാനൊന്നും പറ്റില്ല, ഗ്ലാസ് ഇട്ടേക്കാണ്. എന്നാലും നമ്മുടെ ഒരു കൊതിക്ക് ജസ്റ്റ് ഒന്ന് കൈയൊക്കെ വെച്ച് നോക്കുന്നതാട്ടോ. ഞാനിങ്ങനെ ഓടി നടന്ന് ഇങ്ങനെ ഫിഷിനെ കാണായിരുന്നു. വലിയ ഫിഷിനെയൊക്കെ തൊട്ടടുത്ത് കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി. അപ്പൊ അതൊക്കെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നോക്കാണ്. കൈ എത്തുമെന്നൊക്കെ തൊടാൻ പറ്റുമെന്നൊക്കെ തൊട്ടൊക്കെ നോക്കുന്നതാട്ടോ. പക്ഷെ നമ്മളങ്ങനെ കൈയൊന്നും കാണിച്ചാലൊന്നും അവർക്ക് അങ്ങനെ ഫീലിങ്സ് ഒന്നുമില്ല. അവർ വെള്ളത്തിൽ കൂടെ മൂവ് ചെയ്യണ്, അവരറിയുന്നുമില്ല നമ്മളങ്ങനെ കൈയൊന്നും വെക്കുന്നത്. എന്തായാലും അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ആ കാഴ്ചയൊക്കെ കണ്ട് ഇതാ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ കാണാനായിട്ട്. അപ്പൊ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ ജിറാഫിനെ വെച്ചേക്കണ കണ്ടു. അപ്പൊ ആ ജിറാഫിന്റെ ഒക്കെ അടുത്തൊക്കെ ഒന്ന് പോയി ഒന്ന് തൊട്ടൊക്കെ നോക്കി. അതിനുശേഷം എന്താ പിന്നെ ഇവിടെ വലിയൊരു ഫിഷിനെ വെച്ചിട്ടുണ്ട് അവര്. അപ്പൊ അതായാലും എന്താ പറയാ, ഒറിജിനൽ അല്ലെങ്കിൽ പോലും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലൊക്കെ അവര് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളിത് ആ ഫിഷിന് ഫീഡ് ചെയ്യുന്ന സ്ഥലമുണ്ട്. അപ്പൊ ഇവിടേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ചേട്ടൻ ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫിഷിന്. ചേട്ടനും ആലുവിനും കൊടുത്തായിരുന്നു കേട്ടോ ഫിഷിന് ഫുഡൊക്കെ. ഞാൻ കൊടുക്കാൻ പോയില്ല, ഞാൻ വീഡിയോ എടുക്കായിരുന്നു. പിന്നെ അഞ്ജുന് പേടിയാന്ന് പറഞ്ഞു. അഞ്ജു ഇങ്ങനെ പല സ്ഥലങ്ങളിലും കിളികളൊക്കെ കൈമ വന്നിരിക്കുന്നിടത്തും മേത്തൊക്കെ വന്നിരിക്കുന്നിടത്തൊന്നും അഞ്ജു വന്നില്ല കേട്ടോ. പിന്നെ ദേ ഇവിടെയുള്ള ചേച്ചിനെ ഞങ്ങൾ മുമ്പും വന്ന് കണ്ട് പരിചയമുണ്ട്. അപ്പൊ ചേച്ചിയുടെ അന്നും നമ്മൾ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. അപ്പൊ ആൽവിൻ അതേ പറ്റിയൊക്കെ പറയായിരുന്നു. അപ്പൊ ചേച്ചി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫോട്ടോ എടുക്കാൻ നിൽക്കണം. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബേർഡ്സ് ഗാലറിയിലേക്ക് പോവാണ്. അവിടെ നമുക്ക് ഒരുപാട് ബേർഡ്സുകളൊക്കെ കാണാം. അപ്പൊ അതൊക്കെ കാണാമെന്നും പറഞ്ഞ് അങ്ങനെ അങ്ങോട്ടേക്ക് കിടക്കണം കേട്ടോ. അപ്പൊ കിടക്കുമ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് ബേർഡ്സിനെ നമ്മുടെ മേത്തും കൈമയൊക്കെ അവർ ഇങ്ങനെ വെച്ച് തരും. അപ്പൊ അവിടേക്ക് കടന്നു. അപ്പൊ ആദ്യം ചേട്ടനും അല്ലിനും മാത്രമേ കടന്നായിരുന്നുള്ളൂ. പിന്നെ ഞാനും കടന്നു കേട്ടോ. പയ്യെ അവര് എന്നോടും കൂടെ കടക്ക് മമ്മി വീഡിയോ ഒക്കെ എടുക്കാന്നും പറഞ്ഞു അങ്ങനെ ഞാനും കടന്നു. അപ്പൊ ഞങ്ങൾ മൂന്നുപേരും റെഡി ആയിരുന്നു ബേർഡിനെയൊക്കെ എടുക്കാൻ. പക്ഷെ അഞ്ജുവിന് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അഞ്ജു പറഞ്ഞു ഞാൻ ബേർഡിനെ എടുക്കൂല, എനിക്ക് പേടിയാ, എന്റെ മേത്ത് വെക്കണ്ട, കൈമ വെക്കണ്ട, എനിക്ക് പേടിയാന്ന്. പക്ഷെ അല്ലിന് നല്ല ഇഷ്ടമായിരുന്നു, ചേട്ടനും വെച്ചായിരുന്നു. ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തു. അവരിങ്ങനെ നമ്മള് കയ്യിൽ തീറ്റയൊക്കെ വെച്ചിട്ട് അവർ വിളിക്കുമ്പോൾ അവർ വേഗം ഇങ്ങനെ ഊർന്നിറങ്ങി വരും. കയ്യിൽ തീറ്റയൊക്കെ കാണുമ്പോൾ അവിടെ ആ ബ്രാഞ്ചുകളുമേന്നൊക്കെ അവരിങ്ങനെ കൈമേലേക്ക് ഇറങ്ങി വരും. അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം അവരിങ്ങനെ ഫുഡൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒച്ച വെച്ച് ഹാപ്പി ആയിട്ട് ഇങ്ങനെ കയ്യിലേക്ക് ഊർന്നു വരുന്നതൊക്കെ നമുക്കും നല്ലൊരു സന്തോഷം തരുന്ന കാര്യമായിരുന്നു. നോക്കിയ കിളികൾ വരുന്നത് നോക്കിയ നിങ്ങള്. എന്ത് രസമായിട്ടായിരുന്നു ഫുഡ് കഴിക്കുന്നത്. അഞ്ജുന് പേടിയായിട്ട് അഞ്ജു അവിടെ നിന്നിട്ട് അഞ്ജു ഇവിടെ വയ്ക്കുമ്പോൾ ഫുഡായാലും വേണ്ടേ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ പകുതിയായിട്ടുള്ളൂ. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കൂടെ വരാം. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.